ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പുള്ള ബീഡാണ്. പിന്നെ നമ്മുടെ രണ്ട് ബോ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വയർ ബോയും ഒരെണ്ണം മെറ്റൽ ബോയും ആണ്. പിന്നെ വേണ്ടത് കുറച്ച് ബീഡ്സ് നമുക്ക് വേറെ വേണം. അപ്പോൾ അതിന് ഞാനൊരു വൈറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ചെറിയ സൈസിൽ ഒരു വൈറ്റ് ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബോയെ നമുക്കൊന്ന് രണ്ടാക്കി എടുക്കണം, നമ്മുടെ വയർ ബോയെ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കിയിട്ട് രണ്ട് പീസാക്കി എടുക്കുക. ഈ മോഡൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാവരും ഇതേപോലത്തെ രണ്ട് ബോ ചെയ്തിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ഹാഫാക്കിയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്കതിൽ ഒരു പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. രണ്ട് പീസ് കൊടുത്ത് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് സ്റ്റോൺ ചെയിൻ ഒന്ന് ആദ്യം ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്ററിലായിട്ട് മാത്രമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് സ്പേസ് നമുക്ക് ബീഡ്സ് കുറക്കാൻ വിടണം. അതിന് ശേഷം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക. ആ സ്റ്റോൺ ചെയിൻ കംപ്ലീറ്റ് അറ്റം വരെ ഒട്ടിക്കരുത്. നമുക്ക് മെറ്റൽ ബോയിലേക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിവശത്ത് കുറച്ച് സ്ഥലത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുക, എന്നിട്ട് ബീഡ്സ് കോർക്കാം. ഇതിന് ശേഷം ബീഡ്സ് കോർക്കുമായിരിക്കും എളുപ്പം. കാരണം നമുക്ക് ബീഡ്സ് അറ്റം വരെ കോർക്കാത്ത കാരണം നമുക്ക് അവസാനം എൻഡിൽ നമ്മൾ എൻഡ് ബീഡ് ഇടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഡ്സ് അവിടെ നിൽക്കും കോർത്തെടുക്കുമ്പോൾ. അപ്പോൾ അതായത് ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള നീളം കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, കറക്റ്റായിട്ട് ലെവലിൽ വരണം. നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ വയർ ബോയാണ്. അപ്പോൾ അതിലധികം സ്പേസ് ഇല്ല നമുക്കിത് ഒട്ടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആക്കിയാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടൊന്ന് എല്ലാവിടെയും കൈവച്ച് നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മളിതുപോലെ വിരൽ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീഡ്സ് കോർത്തിടാനായിട്ട് ആദ്യം തന്നെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടാണ് ബീഡ്സ് കോർക്കുന്നത്. അപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് ചെയ്ത ആ സൈഡിൽ വേണം ബീഡ്സ് കോർക്കാനായിട്ട്. നമ്മുടെ ബോയുടെ എൻഡ് ഭാഗം എപ്പോഴും അടിയിൽ വരുന്ന രീതിയിൽ ശ്രദ്ധിച്ച് വേണം കേട്ടോ ബീഡ്സ് കോർക്കാനായിട്ട്. പിന്നെ നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിൽ വന്നിട്ട് നമ്മൾ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കുമല്ലോ. ഇതുപോലത്തെ വയർ ബോ ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ എൻഡ് ബീഡ് ഇട്ട് കൊടുക്കും. അത് നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഡ്സ് കോർക്കുമ്പോൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബീഡ്സ് കോർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നിടത്ത് നമുക്ക് എൻഡ് ബീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കളർഫുള്ളാക്കണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ബീഡ് ഉണ്ടെങ്കിൽ റെഡ് കളർ ബീഡും കൂടി കോർത്ത് കൊടുക്കാം. കാരണം ഞാൻ മെറ്റൽ ബോയിൽ റെഡ് ബീഡാണ് സെൻറ്ററിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബീഡൊക്കെ ഉണ്ടെങ്കിൽ, വലിയ ബീഡ് കോർക്കരുത്, ചെറിയ റെഡ് കളർ ബീഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു വേറൊരു ഭംഗി ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതെ വൈറ്റ് മാത്രമായിട്ട് കൊടുത്തത്. അപ്പോൾ അതാ നമ്മൾ എൻഡ് ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വയർ ബോ ചെയ്യാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഒരു കോപ്പർ വയർ ഇട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. കനം കുറഞ്ഞ കോപ്പർ വയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ലെയർ ചുറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ അത് നീങ്ങി അടർന്ന് പോവില്ല എന്ന് ഒരു ഉറപ്പാവും. അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഗ്ലൂ നന്നായിട്ട് ഒട്ടിയിരിക്കും. എങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പർ വയർ വെച്ചൊന്നൊരു ചുറ്റിയെടുക്കാം. ഇനി നമ്മുടെ മെറ്റൽ ബോർഡ് ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കോപ്പർ വയർ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നോക്കുന്നത് നമ്മൾ ബീഡ്സ് കോർത്ത് വെച്ചിരിക്കുന്ന ബോയുടെ ഒരു 4-5 ബീഡിൻ്റെ അവിടെയായിട്ട് വരുന്ന രീതിയിലാണ് റെഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊന്ന് കൈ പിടിച്ചിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു 3-4 ബീഡിൻ്റെ അടുത്ത് ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രിസ്മസിന് വാങ്ങി വെച്ചിരുന്ന ബീഡ്സാണ്, അതാണ് റെഡ് കളർ എടുത്തത്. ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പുള്ള ബീഡാണ്. അപ്പോൾ അത് വെച്ച് ഹെയർ ബോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വാങ്ങി വെച്ചിരുന്ന ബീഡാണ്. ഇനി നമുക്ക് അതിനൊന്ന് ജസ്റ്റ് കോർത്ത് കൊടുക്കാം. അതുപോലെ കോർത്തിട്ട് അതിൻ്റെ സെൻറ്ററിലല്ല ഇത് വരുന്നത്, ഹോള് വരുന്നത് സൈഡിലാണ് ബീഡിൻ്റെ ഹോള് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്തതിന് ശേഷം അതിനൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് ചുറ്റുക. 1-2 ചുറ്റുണ്ടോ, അല്ലെങ്കിൽ കമ്പി ഇങ്ങനെ നന്നായിട്ട് പുറത്തേക്ക് കാണും. ഇനി നമുക്ക് അടുത്ത ബീഡ് കോർക്കുന്നത് നമ്മൾ ആ ചെറിയ വൈറ്റ് ബീഡാണ്. അത് ഇതുപോലെ നേരെ 2 വരുന്ന രീതിയിൽ വെച്ചിട്ട് കോർത്ത് കൊടുക്കുക. അതും ഒറ്റ ചുറ്റൽ അല്ലെങ്കിൽ ഒരു ചുറ്റലും കൂടി, 2 ചുറ്റൽ, അതിൽ കൂടുതൽ ചുറ്റരുത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കുക. ഗ്യാപ്പില്ലാതെ ബീഡ്സ് കോർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിയെടുക്കുന്ന കമ്പി അവിടെ കാണും.
അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുറച്ചൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് എവിടെ വരെ വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് അത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സ്റ്റോൺ ചെയിൻ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബോയിൽ ഇങ്ങനെ മെറ്റൽ ബോ ഗോൾഡൻ കളറല്ല ഞാൻ എടുത്തിരിക്കുന്നത്, സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ അതിനൊരു ഭംഗി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ച് റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ട് അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്മലുകൾ, മാലകൾ, നമ്മുടെ ട്രഡീഷണൽ മാലകൾ, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന മാലകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ അതാ നമ്മൾ ബീഡ്സ് ഇവിടെ ഫുള്ളായിട്ട് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് എങ്ങാനും ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. കമ്പിയൊക്കെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളൊന്നുമില്ല. അപ്പോൾ അതാ മെറ്റൽ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഡ്സ് വെച്ചിട്ട് കുറച്ച് വയർ ബോ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിതിങ്ങനെയും യൂസ് ചെയ്യാമല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഇതിൻ്റെ സൈഡിൽ സ്റ്റോണും കൂടി ഒട്ടിക്കണം. ഞാൻ ആദ്യം സ്റ്റോൺ ഒട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഗോൾഡൻ കളറാണെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു സിൽവർ കളറായ കാരണം അതിനൊരു ഭംഗി കുറവ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് നീളത്തിലെടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കരുത്. നമുക്ക് മറ്റേ ബീഡ്സിൻ്റെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, വയർ ബോ കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ച് നമ്മൾ വിട്ടിട്ട് സ്റ്റോൺ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ 4 പീസ് രണ്ട് സൈഡിലേക്കായിട്ട് 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഏതൊരു ഐറ്റം ചെയ്താലും അതിൻ്റെ അവസാനത്തിൽ നമ്മളൊരു ഐറ്റം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഐഡിയ അല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ അതിൽ ചെയ്യും കേട്ടോ. എന്തൊരു ഐറ്റം ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ ഹെയർ ആക്സസറീസ് തന്നെയല്ല, ജ്വല്ലറി മേക്കിംഗ് ആയാലും എംബ്രോയിഡറി ആയാലും എന്തായാലും നമ്മുടെ മനസ്സിലൊരു ഐഡിയ വെച്ച് ചെയ്താലും അവസാനം ഞാൻ അതിൽ എന്തെങ്കിലും ഒരു മിനുക്കുപണിയും കൂടി ചെയ്തിട്ടേ അത് അവസാനിപ്പിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അവസാനം അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും. ചിലതൊക്കെ നന്നായി വരാറുണ്ട് കേട്ടോ, പക്ഷെ ചിലത് എനിക്കത് ഭംഗിയില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷെ ചിലതൊക്കെ നന്നായിട്ട് തന്നെ വരാറുണ്ട്. പിന്നെ എനിക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മൾ പുറത്തേക്കൊന്നും ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ കസ്റ്റമേഴ്സിൻ്റെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് വിനയായിട്ട് വരും. കാരണം അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. അത് അവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതാ രണ്ട് സൈഡ് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കാതെ വിട്ടിരിക്കുന്ന ആ ഭാഗത്ത് നമ്മുടെ കോപ്പർ വയർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ വയർ ബോ ഇതിലേക്ക് കണക്റ്റ് ആക്കാൻ. അപ്പോൾ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കമ്പി. അപ്പോൾ അതവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് നമ്മുടെ ബോ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെറ്റൽ ബോർഡ് മുകളിലേക്കായിട്ട് ഒരുപാട് മുകളിൽ കയറ്റി വയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. എൻഡ് ടൈപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ചുറ്റി കഴിയുമ്പോൾ ആ ഒരു പോർഷനിൽ നമുക്ക് എൻഡ് ടൈപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കമ്പി കൊള്ളും എന്നൊരു പേടി വേണ്ട. അപ്പോൾ എൻഡ് ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവും. അപ്പോൾ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു ഹാഫ് ഭാഗം വരെയാണ് നമ്മൾ ബീഡ്സ് കോർത്ത ഹെയർ ബാൻഡ് നിൽക്കുക. അപ്പോൾ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ വൈറ്റിൻ്റെ ഇടയിൽ ചെറിയ നമ്മുടെ ഒരു റെഡ് കളർ ബീഡും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു എന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.